ഞാൻ നാലമ്പേര് കോട്ടയത്ത് നിന്ന് ഉള്ള വണ്ടിയുണ്ടായിരുന്നത്. അപ്പോൾ ആ കുട്ടി ചന്തക്കവല നിന്നാണ്, കോട്ടയം ചന്തക്കവല നിന്നാണ് വണ്ടിയെ കയറുന്നത്. ഉം. കയറി ആ കുട്ടി കയറി, ഞാൻ കുട്ടി ഒരു പാൻറ് ടീഷർട്ടും ഇട്ടിരുന്നത്. ഉം. വേറെ ഒരു ബാഗോ ഒന്നും ആ കൊച്ചിന്റെ കയ്യിലില്ലായിരുന്നു. ഞാൻ ചോദിച്ചു, എൻ്റെ 2 രൂപ തന്നപ്പോൾ ഞാൻ ചോദിച്ചു എന്നാന്ന് ചോദിച്ചു. അപ്പോൾ ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. അവൻ യൂണിഫോം എന്ത് ചെയ്യാന്ന്, യൂണിഫോം ഇല്ലാന്ന് പറഞ്ഞു. ഐ കാർഡ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളെങ്ങനെ സ്കൂളിൽ പോയി ഞാൻ എങ്ങനെ തിരിച്ചറിയുന്നു ചോദിച്ചു. കോട്ടയത്ത് വിദ്യാർത്ഥി കൺസെഷനുമായി ബന്ധപ്പെട്ട് സ്വകാര്യ ബസ് കണ്ടക്ടർക്ക് മർദ്ദനം. ബസ്സിൽ കയറിയ വിദ്യാർത്ഥിനിക്ക് ST നൽകാത്തതിനെ തുടർന്നുണ്ടായ തർക്കത്തിന് പിന്നാലെയാണ് മർദ്ദനമേറ്റത്. കണ്ടക്ടറെ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഞാൻ ബസ് കണ്ടക്ടറായിരുന്നു. ഞാൻ നാലമ്പേര് കോട്ടയത്ത് നിന്ന് ഉള്ള വണ്ടിയുണ്ടായിരുന്നത്. അപ്പോൾ ആ കുട്ടി ചന്തക്കവല നിന്നാണ്, കോട്ടയം ചന്തക്കവല നിന്നാണ് വണ്ടിയെ കയറുന്നത്. കയറി ആ കുട്ടി കയറി, ഞാൻ കുട്ടി ഒരു പാൻറ് ടീഷർട്ടും ഇട്ടിരുന്നത്. വേറെ ഒരു ബാഗോ ഒന്നും ആ കൊച്ചിന്റെ കയ്യിലില്ലായിരുന്നു. ഞാൻ ചോദിച്ചു, എൻ്റെ 2 രൂപ തന്നപ്പോൾ ഞാൻ ചോദിച്ചു എന്നാന്ന് ചോദിച്ചു. അപ്പോൾ ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. അവൻ യൂണിഫോം എന്ത് ചെയ്യാന്ന്, യൂണിഫോം ഇല്ലാന്ന് പറഞ്ഞു. ഐ കാർഡ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളെങ്ങനെ സ്കൂളിൽ പോയി ഞാൻ എങ്ങനെ തിരിച്ചറിയുന്നു ചോദിച്ചു. സ്കൂളിൽ പോയാൽ ഞാൻ എങ്ങനെ തിരിച്ചറിയും, കാർഡില്ല, യൂണിഫോം ഇല്ല, ഒരു ബാഗ് പോലും കയ്യില്ല. അപ്പൊ ഞാൻ ഇത്രയും ചോദിച്ചു. ആ കുട്ടി പൂന്തുരുത്ത് കഴിഞ്ഞുള്ള ഒരു മേൽപ്പാലമുണ്ട്, മേൽപ്പാലത്തിന്റെ അടുത്ത സ്റ്റോപ്പിലാണ് ആ കൊച്ചി ഇറങ്ങുന്നത്. ഈ 2 രൂപ ഞാൻ മേടിച്ചു. ഞാൻ പറഞ്ഞു, നാളെ ഇത് ആവർത്തിക്കരുതെന്ന് പറഞ്ഞിട്ടാണ് 2 രൂപ മേടിക്കുന്നത്. ഇത്രയും ചെയ്ത് തിരിച്ചു വരുമ്പോൾ ഒരു 6-10 കൂടി അടുത്ത അവിടുന്ന് ഒരു അരമരങ്ങ് അപ്പുറത്താണ് ഒരു 10-40 പേര് വന്ന് വണ്ടി തടയുന്നത്. വണ്ടി തടഞ്ഞിട്ട് ബസ്സിനകത്ത് കയറിയിട്ട്, അപ്പൊ ഞാൻ എൻ്റെ കൊച്ച് വന്നിട്ടുണ്ടായിരുന്നു. അവൻ വീട്ടിൽ നിന്ന് നമ്മൾ സ്കൂളിൽ പഠിത്തമില്ലാഞ്ഞുകൊണ്ട് അവൻ വന്നാണ്. എന്തിനാന്ന് വെച്ചാൽ കറി വെക്കാനൊന്നുമില്ല, ശലം പൈസ മേടിച്ചിട്ട് വരും. എന്നിട്ട് കവല വന്ന ശലം കറി വെക്കാൻ മേടിക്കാനുണ്ട്. അപ്പൊ എൻ്റെ വൈഫ് പറഞ്ഞു വിട്ടാണ്. അങ്ങനെയാ കുഞ്ഞു വണ്ടിയാ വരുന്നത്. ഞാൻ ഇപ്പൊ കൊച്ചു വന്നിരുന്ന എൻ്റെ കൂട്ടത്തിൽ വന്നത്. അപ്പൊ ഞാൻ ഡീസൽ ബില്ല് എടുക്കണം വൈകിട്ട്. അങ്ങനെ ആ പൈസ എണ്ണിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവര് വന്ന് വണ്ടി തടഞ്ഞ് വണ്ടിക്കകത്ത് ചാടി കയറി. ഇതാണോ കണ്ടക്ടർ എന്ന് ചോദിച്ചു. പിന്നെ പറഞ്ഞ ഭാഷകളൊന്നും നമുക്ക് വെളിയിൽ പറയാൻ മേലാത്ത ഭാഷകളാ. എന്നിട്ട് പിന്നെ എനിക്കിട്ട് അങ്ങ് അടിക്കുമായിരുന്നു. അടിച്ച് എൻ്റെ കുഞ്ഞു പറഞ്ഞു, എൻ്റെ അച്ഛൻ ഒന്നും ചെയ്യരുത്, എൻ്റെ അച്ഛൻ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞാൽ അവൻ്റെ കൊങ്ങായിക്ക് പിടിച്ചിട്ട് പുറത്തെ കമ്പിക്കിട്ട്, സീറ്റിന്റെ പുറത്തെ കമ്പിക്കിട്ട് ഇടിപ്പിച്ച് പടലേക്ക് പിടിച്ച് നിർത്തിയിരിക്കുകയായിരുന്നു കുഞ്ഞിനെ. കുഞ്ഞു ബസ്സിലുണ്ടായിരുന്നു? അപ്പൊ ഉണ്ടായിരുന്നു. കുഞ്ഞ് കറി വെക്കാൻ പൈസ മേടിക്കാൻ. വീഡിയോ എടുത്ത വണ്ടിക്കകത്തിരുന്ന യാത്രക്കാരനാണ്. ഇപ്പൊ കംപ്ലൈന്റ് കൊടുത്തായിരുന്നോ? കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. അവര് കേസ് വെച്ചോണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇപ്പൊ നമ്മൾ ഈ മീഡിയയിലൊക്കെ വന്നു കഴിഞ്ഞപ്പോ അവര് കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്റെ പേര് തിരിച്ച് പോസ്കോ കേസ് ചാർജ് ചെയ്തിരിക്കുക. അതുകൊണ്ട് എനിക്ക് വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റില്ല. എന്റെ കുഞ്ഞിന് പന്ന് മുതൽ പനിയായിരുന്നു. അവനന്ന് പേടിച്ചിട്ട് കുഞ്ഞിന് പനിയായിട്ട് ഇപ്പൊ അവൻ പനിയായിട്ട് കിടക്കുക. മനസ്സിലായി. യൂണിഫോമും കൺസെഷൻ കാർഡും ഇല്ലാതെ ST ആവശ്യപ്പെട്ട വിദ്യാർത്ഥിനിയുടെ യാത്ര ചോദ്യം ചെയ്തതിനാണ് മർദ്ദനമെന്നാണ് ബസ് ജീവനക്കാരുടെ പരാതി. മാളിയേക്കര കോട്ടയം റൂട്ടിലെ കണ്ടക്ടർ പ്രദീപിനാണ് മർദ്ദനമേറ്റത്. കൺസെഷൻ ലഭിക്കാത്തതിനെ തുടർന്ന് പെൺകുട്ടി ബസ്സിൽ നിന്ന് ഇറങ്ങിയ ശേഷം സുഹൃത്തുക്കളെ വിളിച്ചു കൊണ്ടുവന്നാണ് കണ്ടക്ടറെ മർദ്ദിച്ചതെന്ന് പോലീസിൽ നൽകിയ പരാതിയിൽ വ്യക്തമായിട്ടുണ്ട്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് സംഭവം നടന്നത്. സംഭവത്തിൽ പെൺകുട്ടിയുടെയും കണ്ടക്ടറുടെയും പരാതിയിൽ ചിങ്ങവനം പോലീസ് കേസെടുത്തിട്ടുമുണ്ട്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു. SAG, the ultimate entertainment destination. Watch SAG News.